കിട്ടില്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു കുട്ടിക്കൊമ്പനെ കാണാൻ പോകുന്നത് ഗൈസ്. കുട്ടിക്കൊമ്പൻ അതെടുത്താണ് നമുക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ പറയാം. ഇത് നമ്മൾ ലെജൻഡറിലൂടെ സെറ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്കൊമ്പനിൽ ഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ലെജൻഡറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കയറാൻ എല്ലാവരും കയറിയിട്ടുണ്ട്. വേറെ നമുക്ക് ഇനി ഡോറെല്ലാം അടിച്ചേക്കാം. പിന്നെ നമുക്ക് വണ്ടി എടുത്ത് പോകാനാണ് പ്ലാൻ. ഞാൻ അവിടെ തിരിയണം എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഗരേജ് സുഖമാണ്. എൻ്റെ ഗരേജിലാണ് വണ്ടി വർക്കിലാണ്. ടാറ്റൻ്റെ ഷോറൂമിൽ നമ്മൾ ചെക്കനെ ഇറക്കിയതിന് ശേഷം നേരെ നമുക്ക് അടുത്ത ടാറ്റൻ്റെ ഷോറൂം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കുട്ടിക്കൊമ്പൻ്റെ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ അത്ര എക്സ്ക്യൂസ് ആവില്ല, വേഗം അടുത്തിട്ട് കാണാം. പിന്നെ ചെറിയൊരു സർപ്രൈസ് മാപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ലോഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എത്തിയിട്ടുണ്ട്. നമ്മൾ ലെജൻഡറി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെയൊക്കെ അപ്പം നമ്മളതെല്ലാം ഇവിടെ അച്ഛനുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാം. വന്ന എന്തൊരു ചളിയാണ് കേസ് വണ്ടിയിൽ. ഒടുക്കത്തെ ചളി എന്താ കേസ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് നേരെ നമ്മളെ ചെറുക്കനാടുന്ന് ഇറക്കിക്കൊണ്ട് വിടാം. നമ്മളെ ചെറുക്കനെ ലോഞ്ച് ചെയ്യാം കേട്ടോ. ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് മോഹിച്ചെടുത്ത വണ്ടിയാണ്. ഞാൻ എല്ലാവരും അറിയുന്നതായിരിക്കും. നമ്മളെ പാരീസ് എടുത്ത് ഇത് കണ്ടപ്പോൾ പിന്നെ നമുക്കൊന്ന് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, വണ്ടിയുടെ നേരെ ഷോറൂമിനോട്ട് ഇറക്കി. നേരെ വണ്ടി ഗരേജ് പോലും കയറ്റിയില്ല ഗൈസ്. നേരെ നമ്മളെ ഇവിടേക്കാണ് കൊണ്ടുവന്നത്, സുഗുണൻ്റെ ഗരേജിക്ക്. ഇവിടെ വരുമ്പോൾ നമ്മളെ ചെറുകൊണ്ട് ചെറിയ കൊമ്പുകളൊക്കെ ഇവിടെ കാണിക്കുന്നത് കാണാം കേട്ടോ ഗൈസ്. ഏതായാലും നമ്മൾ ചെക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് മോനെ. നമ്മൾ അടിമുടി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒക്കെ ഞാൻ പറയാം. അപ്പം നേരെ ഇനി നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ 2 കൊമ്പ് മാറ്റിയിട്ടുണ്ട്. സെഡോൻ്റെ ടൈപ്പ് കൊമ്പാണ് നമ്മൾ വെച്ചത്. പിന്നെ ഈ അടിയിലെ കവിളിൻ്റെ ചെറിയ സംഭവം ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയ ലിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഫുള്ള് അടിമുടി ഇല്ലാതെ ഒരു അയൽമാൻ്റെ സെറ്റപ്പ് ഇൻറ്റീരിയറൊക്കെയാണ് നമ്മൾ വെച്ചത്. പിന്നെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലൈറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ ഗൈസ്, ലൈറ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പച്ച ടൈപ്പ് ലൈറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ചെറിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. പക്ക അങ്ങനത്തെ വണ്ടീനാണ് എനിക്ക്. പിന്നെ എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയറാണ് ഞാൻ അതിലേക്ക് വരാം. പിന്നെ ബാക്ക് ഭാഗത്ത് എന്തൊക്കെ വെച്ചതെന്ന് വെച്ചാൽ ബാക്ക് മുഴുവൻ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അസ്ത്രൻ്റെ കവിളാണ് ബാക്ക് വെച്ചിട്ടുള്ളത്. അസ്ത്രൻ്റെ കവിൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിക്കിട്ട പേര് ഉസ്താദ് എന്നാണ്. അടിപൊളിയല്ലേ. അപ്പോൾ ഏതായാലും ഇത് എത്ര പേർക്ക് നമ്മൾ പിന്നെ 2 വീൽ കപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ ഗ്രിപ്പും ലിപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇൻറ്റീരിയറാണ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മളെ ഇൻറ്റീരിയറിലേക്ക് കയറിയിട്ട് കാണിച്ചാൽ ഇൻറ്റീരിയർ നല്ല വർക്കുണ്ട്. 50% വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് ഗൈസ്. അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞില്ല, ഇനി നൈറ്റാണ് വൈപ്പ്. അപ്പം പിന്നെ ഇനി നമുക്ക് ക്യാബിൻ കാണാം. ക്യാബിൻ ഇനി വണ്ടി ഇരുന്നിട്ട് മെയിൻ ക്യാബിനൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ 2 ഗൈസ് ഹെൽമെറ്റ് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ ചെറിയ ഡോർ വെച്ചിട്ടുണ്ട് നമുക്ക് ക്യാബിലേക്ക് വരാനല്ലേ. അപ്പം മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോൾ അത് വേറെ സ്ഥലത്താണ് കണ്ടു ഗൈസ്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. കണ്ടുപെടുന്നതാണ് കയറി വരേണ്ടത്. അപ്പോൾ ഈ ഒരു നേരത്താണ് ക്യാബിന് വരുന്നത് ഗൈസ്. അപ്പം ഇത്രയുള്ള നമ്മൾ വണ്ടി ഇനി ഇൻറ്റീരിയർ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് വണ്ടി. ചെറിയ വർക്ക് ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ചെറിയ സ്മൈലിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നെയിം ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളി എന്നാണ് പറയാം അല്ല ഗൈസ്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് വണ്ടി എടുത്ത് കൊണ്ട് നിൽക്കേണ്ട, വരട്ടെന്ന് തന്നെ അസലം വിടാം. ഇനി നമ്മൾ നേരെ നമ്മളെ സർപ്രൈസ് സ്ഥലത്തേക്ക് പോയിട്ട് വരാം. ഏതായാലും നല്ല മില്യം സെറ്റ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം സർപ്രൈസ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയില്ല ഗൈസ്. അത് ഫീഫാറിൻ്റെ സ്വന്തം സ്പേസിലാണ് ഇപ്പം നമ്മളില്ലേ. ഫീഫാറിൻ്റെ സ്വന്തം ബെർമുഡ എന്ന മഹാസ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്.
അപ്പം അടിപൊളിയാണ്. ഫ്രീ ഫയർ എന്ന് പറയുമ്പോൾ അതേമാതിരിയാണ് അവർ മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും സന്തോഷം ചെയ്തവരോട്. കാരണം ഫ്രീ ഫയർ കളിക്കുന്ന ആരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. ഇത് അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മളിവിടെ ഒക്കെ ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന ഏരിയയാണ്. അങ്ങനെ ഫ്രീ ഫയറെല്ലാം അതേ സ്പേസൊക്കെ കാണാം. ഇവിടെ കഥ ടൈമസ് അതേ ഐറ്റം ഉണ്ട് ഗൈസ്. ഇവിടെ വൈകില്ല ഗൈസ്. നമുക്ക് നേരെ തിരിച്ചാൽ കിടിലാണ് ഗൈസ്. അതെല്ലാം അടിപൊളി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് പോകാനാണ് പ്ലാൻ ഗൈസ്. നമുക്കിനി ബെർമുഡ കാണാൻ പോകാം ഗൈസ്. ബെർമുഡ അവിടെ ഒന്ന് വണ്ടി തന്നെ കുറച്ച് ടാസ്ക്കാണ്. ഇതിലെങ്ങനെ മെല്ലെ എടുത്ത് പോവാം. പിന്നെ ബെർമുഡയൊക്കെ പോകുന്ന ഒരു ഷോർട്ട് കട്ടിലാണ് ഇപ്പം നമ്മളില്ലേ. ബെർമുഡ എത്തുമെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഒരു പോയി വെക്കാം. എത്തിയ അടിപൊളിയായിരിക്കാം. നമുക്ക് ഏതായാലും പോയി വെക്കാം ഗൈസ്. ശ്രമങ്ങളല്ലേ വിജയം ഗൈസ്. അവിടെ ഒരു ഷിപ്പൻ്റ് കാണുന്നുണ്ട്. സത്യം പറയാമല്ലോ നമ്മൾ ഷിപ്പൻ്റെ അല്ലേ വന്ന് ഗൈസ്. നമ്മളെ ബെർമുഡ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബെർമുഡ. അതായത് നമുക്ക് വണ്ടി ചെയ്യാനുള്ള കയറ്റിയിടാം ഗൈസ്. നമ്മൾ ചെറുക്കനെ ഇവിടെ വെച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ഇവിടെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അവിടെ കാണാൻ നമുക്കൊരു ബസ് കാണട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും എന്തെങ്കിലും അങ്ങനെ അങ്ങോട്ട് കയറാൻ കഴിയില്ല. നമുക്കിത് ബസ് കയറ്റി ഏതായാലും ഇവിടെ ഒരു ബസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇവിടെ ഒന്ന് പോയി വെക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കാസർമുല്ല പറഞ്ഞൊരു ബസ് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രക്കും നിർത്തിയിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ എത്ര വട്ടം വിളിച്ചെന്ന് ഓരോരുത്തർ കില്ല് ചെയ്തിട്ട് പോയ സ്ഥലങ്ങളാണ് ഗൈസ്. ഫ്ലോർ മരുന്ന് ഗൈസ്. ഫ്രീ ഫയറൊക്കെ കളിക്കുന്ന സമയത്ത് എത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്രീ ഫയർ കളിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാപ്പിലൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യണം ഗൈസ്. ഇത്രയാണ് എനിക്ക് പറയാനല്ലേ. അപ്പോൾ നമ്മളെ വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറ്റിയിടാൻ കഴിയുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇങ്ങോട്ടേക്ക് ഒന്ന് കയറ്റിയിടാൻ കഴിയുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിച്ചാൽ പോയി. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറ്റിയിട്ട് നോക്കാം. നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഗരേജിലും ജസ്റ്റ് നിർത്തിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. റേസ് എടുത്തോണ്ട് ജസ്റ്റ് അങ്ങോട്ട് കയറ്റിയിട്ട് റേസ് ജസ്റ്റ് അവിടെ പോയി തട്ടിയിട്ടുണ്ട്. വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം കയറ്റി വണ്ടി നമ്മൾ നൈസായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പഠിച്ചതിൻ്റെ ഒപ്പമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. കല്ലും ബൈ.